നമസ്കാരം. ഞാൻ സുബ്ബരായലു. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ് കൺസൾട്ടന്റ് ആണ്. ഈ മേഖലയിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഓഫീസും എല്ലാ സെറ്റപ്പോടും കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതകാലം മൊത്തം സാമ്പത്തിക ഭദ്രത കുടുംബത്തിന് കിട്ടണമെങ്കിൽ, കുടുംബത്തിൽ നിലനിൽക്കണമെങ്കിൽ, സാമ്പത്തികത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എപ്പോഴാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്കിത് വളരെ ആവശ്യമാണ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കാണത്തില്ല, നമ്മുടെ ആരോഗ്യം കാണത്തില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക, ആവശ്യമുള്ള സമയത്ത് അത് പ്രയോജനപ്പെടും, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഒരു കുടുംബത്തിന് പെട്ടെന്നൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവുന്നത്, മാനസിക തകർച്ച ഉണ്ടാവുന്നതും, തകർന്നു പോകുന്നതും കുടുംബത്തിലെ ഗ്രഹനാഥനോ ആർക്കെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ്. ആ സമയത്താണ് അവർ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. ആശുപത്രി പോയപ്പോൾ ചോദിച്ചു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കിനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവോ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വിളിക്കും. ഒരു കാര്യമില്ല. അസുഖം വരുന്നതിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഒരു അസുഖം വന്നാൽ തീർച്ചയായും ആ കുടുംബം പല കാരണങ്ങൾ കൊണ്ട് തകർന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമാണ്. രണ്ടാമത്തെ കാര്യം, ഉള്ള സാമ്പത്തികം എല്ലാം വിറ്റ് പറക്കി ആ ആ അസുഖം ബാധിച്ച വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. പിന്നെ എന്താണ് ഏറ്റവും വലിയ പ്രോബ്ലം? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ചെറിയ ആശുപത്രി പോകും. ഈ ചെറിയ ആശുപത്രി പോകുമ്പോൾ എന്താണ്, അവിടെ ചിലവ് കുറവെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത്. പക്ഷേ അവർ ഡയഗ്നൈസ് ചെയ്ത് അസുഖം കണ്ടുപിടിക്കുമെന്ന് തന്നെ ഏതാണ്ട് മാസങ്ങളെടുക്കും. ചിലപ്പോൾ അസുഖം കണ്ടുപിടിക്കാതെ തന്നെ പോകും. പക്ഷേ വലിയ ആശുപത്രിയിൽ പോകുമ്പോൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ നമ്മൾ മടിക്കുന്ന എന്തുകൊണ്ടാണ്? അവിടെ മുറി വാടക കൂടുതലാണ്, ഡോക്ടർമാരുടെ ചിലവ് കൂടുതലാണെന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ വെറും 6,900 രൂപ, 35 വയസ്സിന് താഴെ ഒരാൾ 6,900 രൂപ അടച്ചു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ കവറാണ്. അയാൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് ഒരു പനി വന്ന് അവിടെ പോയാൽ പോലും ഒരു ദിവസം കിടന്ന് ചികിത്സിക്കുന്നതിൻ്റെ മുറി വാടക 5,000 രൂപ ആണെങ്കിലും അയാൾ എലിജിബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചെറിയ ആശുപത്രി പോകുമ്പോൾ അവിടുത്തെ സാഹചര്യം കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖം കൂടും. വലിയ ആശുപത്രി പോകുമ്പോൾ എന്താണ്, ആ നീറ്റ്നെസ് കാണുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറും. മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും നമുക്ക് നന്മ കിട്ടാൻ വേണ്ടി ഇൻഷുറൻസിന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. ഒരു മൂലധനം, ഒരു വഞ്ചിക്കകത്ത് പൈസ ഇട്ട് വെക്കുന്ന പോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പൈസ വെക്കുന്നത്. ഫ്യൂച്ചറിൽ ആർക്കാണ് അസുഖം വരാത്തത്? എല്ലാവർക്കും അസുഖം വന്നിരിക്കും. ആ സമയത്ത് പോയി 50 വയസ്സിലും 60 വയസ്സിലും റിട്ടയർ ചെയ്യുന്ന ശേഷമാണ് എൻ്റെ അടുത്ത് പലരും പോളിസി എടുക്കാൻ വരുന്നത്. അപ്പോൾ അവർക്ക് ആൾറെഡി ഷുഗർ കാണും, പ്രഷർ കാണും, കൊളസ്ട്രോൾ കാണും. ഇനി 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം, ആൾറെഡി ക്യാൻസർ ബാധിച്ചവർക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ആൾറെഡി തളർന്ന് കിടക്കുന്നവർക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. അൽസിമേഴ്സ് ബാധിച്ചവർക്ക്, അൽസിമേഴ്സ് പറഞ്ഞാൽ മറവി രോഗം ബാധിച്ചവർക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊന്നും വരുന്നതിന് മുമ്പേ, ഇനി പണ്ട് വന്ന് മാനസിക രോഗികൾക്ക് തരത്തില്ല. ഇന്ന് അങ്ങനെയല്ല. ഇൻഷുറൻസിൽ ചേർന്ന് കഴിഞ്ഞ ശേഷമാണ് മാനസിക രോഗം വരുന്നെങ്കിൽ അതിന് വരെ ഇപ്പം കവർ തരുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഉദ്ദേശം ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആരോഗ്യവാന്മാരായിരിക്കുക, ആരോഗ്യമുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നേക്കുന്നത്. ഇതിൽ അടയ്ക്കുന്നതിന് ഇൻകം ടാക്സ് എക്സംഷൻ തന്നിട്ടുണ്ട്, ഒരുപാട് സ്ട്രിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്യാഷ്ലെസ് ആണ്. നമ്മൾ ആശുപത്രിയിൽ പോയി അവിടുത്തെ ഇൻഷുറൻസ് സെല്ലിൽ നമ്മുടെ പോളിസി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും, പ്രീ അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞ്. ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ബില്ല് അയച്ചു കഴിഞ്ഞാൽ, ഫൈനൽ ബില്ല് അയച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകത്ത് നമുക്ക് പാസ്സായി വരും. ക്യാഷ്ലെസ് ആയിട്ട് ഒരു ചെറിയ നോമിനൽ എമൗണ്ട് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതായത് മിസ്ലനേഴ്സ് എക്സ്പെൻസ്, ഗ്ലൗസ്, ഡെറേസേഷൻ ഫീസുകൾ തുടങ്ങി ബാക്കി ആൾമോസ്റ്റ് എല്ലാ പൈസയും ക്യാഷ്ലെസ് ആയിട്ട് തന്നെ സെറ്റിൽ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 5 ലക്ഷത്തിൻ്റെ കവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ആണ്. ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ 5 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് 1 വർഷത്തെ കരാറാണ്. വണ്ടി ഇൻഷുറൻസ് പോലെ തുടക്കത്തിൽ ഒരു 3 ലക്ഷം രൂപ ചിലവായെങ്കിൽ ബാക്കി ആ വർഷം 2 ലക്ഷം രൂപ കാണത്തുള്ളൂ. പക്ഷേ ഈ സ്കീമിൻ്റെ പ്രത്യേകത അതല്ല. 1 വർഷം എത്ര തവണ പോയാലും നേരത്തെ ചിലവായത് റീസ്റ്റോർ ചെയ്യപ്പെട്ട്, അതാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. റീസ്റ്റോർ ചെയ്യപ്പെട്ട് അത് വീണ്ടും, ഇപ്പം നമ്മൾ 10 ലക്ഷമാണ് എടുത്തെങ്കിൽ 10 ലക്ഷമായിട്ട് കാണിക്കും, 5 ലക്ഷമാണ് എടുത്തെങ്കിൽ വീണ്ടും 5 ലക്ഷമായിട്ട് കാണിക്കും. അപ്പോൾ 1 വർഷം എത്ര തവണ ആശുപത്രി പോയാലും എത്രയാണോ സം അഷ്യൂർഡ്, അതിനകത്ത് നേരത്തെ എത്ര ചിലവായോ അതൊന്നും കുറയ്ക്കാതെ വീണ്ടും നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണത്തിൽ, ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ കിടക്കുന്നു. നമ്മൾ 3 വിഡ്രോ ചെയ്തിട്ട് പിന്നെ ഒരു ആവശ്യത്തിന് മുമ്പ് 2 കാണത്തുള്ളൂ. ഇവിടെ അങ്ങനല്ല. 3 വിഡ്രോ ചെയ്തിട്ട് നിങ്ങളവിടെ പോകുമ്പോൾ വീണ്ടും ബാങ്ക് 3 ലക്ഷം ഇട്ട് വെച്ച് എങ്ങനെ ഇരിക്കും? 5 കാണിച്ച് എങ്ങനെ ഇരിക്കും നിങ്ങളുടെ ബാലൻസ്? നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ് ആണ്. നിങ്ങളുടെ പേരടിക്കുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി എന്നൊരു നമ്പറിനകത്തുണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലെ. അത് അടിക്കുമ്പോൾ നിങ്ങളുടെ ബാലൻസ് എന്താണ്, നിങ്ങൾ എന്ന് ചേർന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക്
എന്തൊക്കെയാണെന്നുള്ള നിങ്ങളുടെ വിവരവും ചരിത്രവും മൊത്തം അതിനകത്ത് കിട്ടും. 5 സ്റ്റാർ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എല്ലാം ഇപ്പം റിലയൻസ് പോലുള്ള ടാറ്റ പോലുള്ളവരെല്ലാം റീറ്റെയിൽ മേഖലയിൽ വന്നപ്പോൾ കൊച്ചു കൊച്ചു പലചരക്കടയിലെല്ലാം പോയതുപോലെ കൊച്ചു കൊച്ചു ആശുപത്രികൾ ഇപ്പോൾ ഇല്ല. ഇപ്പം എല്ലാം വലിയ ആശുപത്രികളാണ്. കാരണം വലിയ വലിയ ഡോക്ടേഴ്സിന് വലിയ സാലറി കൊടുത്ത് അഫോർഡ് ചെയ്യാൻ വലിയ ആശുപത്രികൾ ഇപ്പോൾ കഴിയുന്നുണ്ട്. കാരണം എന്താണ്? ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ജനങ്ങൾ സാധാരണക്കാരനും ഏറ്റവും സാധാരണക്കാരനും ഒരു ദിവസത്തെ മുറി വാടക 5000 രൂപ ആണെങ്കിൽ അവൻ എലിജിബിൾ ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു പാതിരാത്രിക്കായിരിക്കും നമുക്ക് അസുഖം വരുന്നത്, കുടുംബത്തിൽ ആരെങ്കിലും വരുന്നത്. ആ സമയത്ത് വെപ്രാളപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിനകത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റും നമ്മളിപ്പോൾ KYC ചോദിക്കും, നമ്മളൊരു ഫോട്ടോയും ആധാർ കാർഡും പാൻ കാർഡും സേവ് ചെയ്ത് വെച്ചേക്കുക. ആശുപത്രി പോകുമ്പം ഇൻഷുറൻസ് സെല്ലിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ അടയ്ക്കാതെ തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ പറ്റിയ പ്രത്യേകത. മറ്റേത് ഈ ഇൻഷുറൻസ് ഇല്ലെങ്കിലോ ആശുപത്രി പോകുമ്പം അവിടെ ഇത്ര അടക്കി ഇവിടെ എത്ര അടക്കി എന്നാലേ ചെക്കപ്പ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പണം കയ്യിലില്ലാതെ തന്നെ ചികിത്സ തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻഷുറൻസ് അല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കണക്കാക്കുക. ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഡയറക്റ്റ് ടൈപ്പാണ്.